ഹേ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി സേവ് ദ ഡേറ്റിൻ്റെ വീഡിയോ എങ്ങനെയാണ് എഡിറ്റ് ചെയ്തെടുക്കാൻ നോക്കിയാലോ. അപ്പോൾ അതിന് മുന്നേ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതേപോലെ ഞാൻ എഡിറ്റൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് ഇൻസ്റ്റയിലൊന്ന് DM ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതിലുള്ള മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ ഞാൻ ടെലഗ്രാം ചാനലിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ പോയി ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ ഫോണ്ടോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആപ്പ് നിങ്ങളൊന്ന് ഇൻസ്റ്റാൾ ചെയ്യാം. എന്നിട്ട് ആ ഒരു ആപ്പ് നിങ്ങൾ ഓപ്പൺ ചെയ്യാൻ നേരം ഇതേപോലത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാം. എന്നിട്ട് റൈറ്റ് സൈഡിലുള്ള മുകളിലത്തെ ആ ഒരു ഇതിൽ ക്ലിക്ക് ചെയ്യാൻ നേരം പ്ലെയിൻ ഇമേജ് എന്ന് പറഞ്ഞ് കാണിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഫസ്റ്റത്തെ ഇമേജിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് മുകളിൽ സൈസ് നമുക്ക് ചേർക്കാനുണ്ടാവും. അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് കസ്റ്റം എന്നുള്ളതിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ വെയ്റ്റും ഹൈറ്റും ഒക്കെ ഒന്ന് നിങ്ങൾ ഈ ഒരു റേഷ്യോയിൽ കൊടുക്കുക കേട്ടോ. എന്നിട്ട് യൂസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ കളറിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു ബ്ലാക്ക് കളർ നിങ്ങൾ ഇതിലോട്ട് ആഡ് ആക്കി കൊടുക്കാം. എന്നിട്ട് മുകളിലുള്ള ആ ഒരു 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് ആഡ് ആൻ ഇമേജിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതേപോലെ ഒരു സേവ് ദ ഡേറ്റിൻ്റെ ഒരു ഇമേജ് ഞാൻ അതിലോട്ട് ഒന്ന് ആഡ് ആക്കുന്നുണ്ട്. എന്നിട്ട് മുകളിലുള്ള ആ ഒരു പെൻസിൽ ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് എന്താണ് ആഡ് ചെയ്യേണ്ടത് വെച്ചാൽ ഒന്ന് ടെക്സ്റ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാൻ ഇപ്പോൾ ഇവിടെ ഇതേപോലെ ഒന്ന് ടെക്സ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് ഡൺ എന്നുള്ളത് കൊടുത്തിട്ട് അതിൻ്റെ സൈസിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ സൈസൊക്കെ ഒന്ന് കുറച്ച് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ ഫോണ്ടും ചേഞ്ച് ചെയ്യണം. അപ്പോൾ ഫോണ്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇതിൽ ഒരുപാട് ഫോണ്ട് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോണ്ട് നിങ്ങളിതൊന്ന് സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു ഫോണ്ടാണ് കേട്ടോ സെലക്ട് ചെയ്തത്. ഇനി അടുത്തത് നമുക്ക് നെയിം അടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഇപ്പോൾ ഒരു പേരടിക്കുന്നുണ്ട്. ഈ ഇതിലുള്ള പേരും ഡേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ചുമ്മാ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഇട്ടതാണ് കേട്ടോ. എന്നാലും ഫോണ്ടിൽ ക്ലിക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നെയിമിനൊക്കെ കൊടുക്കേണ്ട ഫോണ്ട് കുറച്ച് ബോൾഡായിട്ടുള്ള ഫോണ്ട് കൊടുക്കാം. ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ ഒരേ രീതിയിലുള്ള അത് സൈസ് കുറച്ചിട്ടുള്ള ഫോണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഓക്കെ, ഇതേപോലെ ഞാൻ ഓരോന്ന് ആഡാക്കി കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിൽ വേറെ എന്തെങ്കിലും ഇമേജസൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പിൻട്രസ്റ്റ് ആപ്പിൽ ഇതേപോലെ ഇമേജസൊക്കെ കിട്ടും. അതൊക്കെ ഇതിൻ്റെ സൈഡിലും എൻ്റെ ആ ഹാർട്ട് ഷേപ്പിലുള്ളതൊക്കെ നിങ്ങൾക്ക് ഇതിലോട്ട് ആഡാക്കി കൊടുക്കാം കേട്ടോ. ഞാൻ അപ്പോൾ ഇതിലൊന്നും കൊടുക്കുന്നില്ല. ഇനി നിങ്ങൾക്ക് എന്തൊക്കെ ഡീറ്റെയിൽസ് ഇതിലോട്ട് ആഡ് ആക്കണം വെച്ചാൽ അതൊക്കെ ഇതേപോലെ ആഡ് ചെയ്യാൻ നോക്കാം. ഇനി ആ ഓൺ എന്നുള്ളതും അറ്റ് എന്നുള്ളതും സെൻറ്ററിലോട്ടാക്കി കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഡൺ കൊടുക്കുക. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്ത ആ ഒരു ടുഗദർ വിത്ത് ദെയർ ഫാമിലീസ് എന്നുള്ള ആ ഒരു ഫോണ്ട് തന്നെ ഇതിനൊക്കെ ഉപയോഗിക്കുക കേട്ടോ. ഓക്കെ, എന്നിട്ടിത് അതിൻ്റെ സൈസ് കുറച്ചിട്ട് അവിടെ താഴെയിട്ട് കൊണ്ടുവയ്ക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഇതേപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സേവ് ചെയ്യണം. അപ്പോൾ മുകളിൽ സേവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് സേവ് ഇമേജ് PNGയിൽ കൊടുക്കണം കേട്ടോ. എന്നിട്ട് സേവ് ചെയ്യാം. അപ്പോൾ ക്യാപ്കട്ടിലാണ് കേട്ടോ വീഡിയോ എഡിറ്റ് ചെയ്യാൻ പോണത്. അപ്പോൾ ഇതിലോട്ട് ഞാൻ ഒരു വീഡിയോ ഇതിലോട്ടൊന്ന് ആഡ് ആക്കിയിട്ടുണ്ട്. ഇനി ഏത് ഭാഗത്തും തൊട്ടാണ് ആ ഒരു ടെക്സ്റ്റ് നമുക്ക് വരേണ്ടത് ആ ഭാഗത്ത് വെച്ചിട്ട് താഴെ ഓവർലേയിലൊന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. ഇപ്പോൾ നമ്മൾ ചെയ്ത് വെച്ചത് ഇതിലോട്ടൊന്ന് ആഡ് ആക്കി കൊടുക്കുക. ഇനി നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. അപ്പോഴേ നിങ്ങൾക്ക് ഇത് എങ്ങനെ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവത്തുള്ളൂ. ഇനി താഴെയുള്ള ആ ഒരു ബ്ലെൻഡിങ് ഓപ്ഷനിൽ പോയിട്ട് ഫിൽറ്ററിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അത് ആ ഒരു വീഡിയോ ഫുള്ളായിട്ടൊന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ആ ഒരു ഇമേജിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ റൈറ്റ് സൈഡിലുള്ള മുകളിലത്തെ ആ ഒരു ഫസ്റ്റ് തന്നെയാണ് കീ ഫ്രെയിം. അപ്പോൾ അതൊന്ന് ആഡാക്കി കൊടുക്കുക. എന്നിട്ട് സൈഡിലോട്ട് നീക്കാൻ നേരം മാസ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഹൊറിസോണ്ടൽ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ട് അത് ഇങ്ങനെ മൊത്തത്തിലും കാണാത്ത രീതിയിലൊന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് കുറച്ചിങ്ങനെ നീക്കാൻ നേരം അവിടെയും ഒരു കീ ഫ്രെയിം ആഡാക്കിയിട്ട് ആ ഒരു ലൈൻ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ നീട്ടി കൊണ്ടുവരാം. അപ്പോൾ ഇതേപോലെ തന്നെ കുറച്ച് നീക്കിയിട്ട് ഓരോ ഭാഗത്ത് ചെയ്യുമ്പോഴും കീ ഫ്രെയിം ആഡാക്കണം കേട്ടോ. എന്നിട്ട് നീക്കി കൊടുക്കാൻ നോക്കാം. അപ്പോൾ ആ ഒരു ബോട്ട് പോണതനുസരിച്ച് നിങ്ങൾ കീ ഫ്രെയിം ആഡാക്കിക്കൊണ്ടേയിരിക്കുക. കുറച്ച് നീക്കുക. എന്നിട്ടൊരു കീ ഫ്രെയിം അവിടെ ആഡാക്കുക. താഴോട്ട് വലിക്കുക. ഇതേപോലെ തന്നെ അവസാനം വരെ ചെയ്യണേ. അപ്പോൾ ആ ഒരു ബോട്ട് ഇങ്ങനെ പോകുന്നതനുസരിച്ച് നമ്മൾ എഴുതിയ ടെക്സ്റ്റ് ഇങ്ങനെ വിസിബിളായി വരും. ആ ഒരു രീതിയിലാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളിത് കറക്റ്റായിട്ട് ചെയ്യണേ.
അപ്പോൾ ഇതാ നമ്മളത് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു ഓഡിയോയും കൂടെ ഇതിലോട്ട് ആഡ് ആക്കിയാൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ. വളരെ സിമ്പിളായിട്ടാണ് നമുക്ക് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസായിട്ട് കാണും വരെ ബൈ ബൈ.